ഇത് ഞങ്ങളെ വീടിൻ്റെ പിന്നിലുള്ള തൊടിയാണ് കേട്ടോ. അതിന് JCB കൊണ്ട് നല്ല വൃത്തിയായിട്ട് മണ്ണൊക്കെ എടുത്ത് കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഭാവിയിൽ അതായത് കൃഷി ചെയ്യാനാണ് കേട്ടോ. ഇനിയുള്ള കാലത്തെങ്കിലും നല്ല ജൈവ രീതിയിലുള്ള വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ നന്ദൂട്ടിൻ്റെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഒരുപാട് കോഴിയുണ്ട്. ആദ്യക്കൂട്ടിനാണെങ്കിൽ കോഴിക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഇത്ര ധൈര്യത്തോടെ പിടിച്ച് കളിക്കണം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കളിയാണ് നല്ല രസമുണ്ട്. ഇപ്പം ഞാൻ വീട്ടിൽ കുഴിച്ചിട്ട് ഒരു ചീരയാണ്. അതൊരു ഇംഗ്ലീഷ് ചീര എന്നുള്ള ക്യാൻസർ ചീര എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര ഔഷധ ഗുണമുള്ള എന്താ പറയുക, നമ്മളെ ഹെൽത്ത് ഭയങ്കര അടിപൊളി ഓക്കെ ആക്കുന്ന അടിപൊളി ചീര കേട്ടോ. അപ്പോൾ ഒരുപാട് പറിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പേരി വെക്കണം കേട്ടോ. ഇത് നന്നായിട്ട് കഴുകുന്നുണ്ട്. കഴുകാൻ കൂട്ടത്തിൽ ആദ്യക്കൂട്ടിനുണ്ടായിരുന്നു കേട്ടോ. അവന് വെള്ളം കണ്ട അപ്പം വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചീര നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നന്നായിട്ട് ചൂടായിട്ട് ചീര അരിഞ്ഞും കൂടി അതിൽ ചേർത്ത് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒതുക്കിയതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീര അടിപൊളി, കുറച്ച് വേവ് കൂടുതലൊന്നുമില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല ചൂടുള്ള പരിപ്പോടിയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊണ്ടയ്ക്ക് തീരെ സുഖമില്ലാത്തതിനെ കൊണ്ട് ഒരു ചുക്ക് കാപ്പി ഇട്ട് കുറച്ച് എരിവ് കൂടുതലാണ് കുടിച്ചപ്പോൾ തൊണ്ടയിൽ കിളി അങ്ങ് പോയിട്ടോ. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും സിംബക്കൂട്ടിനൊന്ന് പുറത്തിറക്കി വിടും. ഗേറ്റ് അടച്ച് നമ്മൾ ഉള്ളിൽ തന്നെ മുറ്റത്തൊക്കെ തന്നെ കറങ്ങി നടപ്പുണ്ടാവും കേട്ടോ. ആൾ ആരെങ്കിലും കാലിൻ്റെ അടിയിൽ പെട്ട അവനൊന്നൊക്കെ എങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഏട്ടൻ പണി കഴിഞ്ഞു. അതപ്പോൾ നല്ല പാലും അതുപോലെ തേങ്ങേൻ്റെ ഈ കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയമൊന്നും ഇല്ലേ, 11:30 മണി. എന്നിരുന്നാലും നമുക്ക് സംസാരിക്കാൻ ഒരാളും അതിൽ ഒപ്പം 2 ചായയും കടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് നേരം പോയത്